ഹായ്, ഞാൻ രൂപ സുദേവൻ, ഇലിയസ് ന്യൂറോ റീഹാബിലിറ്റേഷൻ സെൻ്ററിലെ ഫിസിയോതെറാപ്പിസ്റ്റാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ACL ഇഞ്ചുറിയെ കുറിച്ചാണ്. ലിഗമെന്റ് ഇഞ്ചുറിയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എന്താണ് ലിഗമെന്റ് എന്ന് നോക്കാം. ഒരു ജോയിന്റിന് കൂടുതൽ സ്റ്റെബിലിറ്റി കൊടുക്കാനും അതേപോലെ മൂവ്മെൻറ്റ്സുകൾ ചെയ്യുമ്പോൾ ഓടുക, ചാടുക എന്നിങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഈ ജോയിന്റിൽ നിന്നും ഈ എല്ലുകൾ തെന്നി മാറാതിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ലിഗമെന്റ്. ഏറ്റവും കൂടുതൽ ലിഗമെന്റ് ഇഞ്ചുറി വരാൻ ചാൻസ് ഉള്ളത് മുട്ടിലെ ലിഗമെന്റ്സ്, അതേപോലെ ആംഗിളിലുള്ള ലിഗമെന്റ്സ്, പിന്നെ ഷോൾഡറിലുള്ള ലിഗമെന്റ്സിനും കൂടിയാണ്. കാൽമുട്ടിൽ പ്രധാനമായും 4 ലിഗമെന്റ്സ് ആണ് ഉള്ളത്: ACL, PCL, MCL ആൻഡ് LCL. ഇതിൽ ഏറ്റവും കൂടുതൽ പരിക്കുകൾ സംഭവിക്കാൻ ചാൻസ് ഉള്ളത് ACL ലിഗമെന്റ്, അതായത് ആന്റീരിയർ ക്രൂഷ്യൽ ലിഗമെന്റിനാണ്. ACL ഇഞ്ചുറി കൂടുതലായി കാണുന്നത് ഫുട്ബോൾ അല്ലെങ്കിൽ ബാസ്കറ്റ്ബോൾ കളിക്കുന്ന പ്ലെയേഴ്സിലാണ്. അവർ ഹൈറ്റിൽ ചാടുന്ന സമയത്ത്, അതേപോലെ കാൽ തിരിഞ്ഞ് ചവിട്ടുന്ന സമയത്ത് കാൽ തിരിയുകയും അതിൻ്റെ കൂടെ മടങ്ങുകയും ചെയ്യുമ്പോഴാണ് ഈ ACL ഇഞ്ചുറി വരാനുള്ള ചാൻസസ് ഉള്ളത്. നെക്സ്റ്റ്, ബൈക്ക് ആക്സിഡൻസ്, അതേപോലെ കാർ ആക്സിഡൻസ് ഉണ്ടാകുന്ന ടൈമിൽ മുട്ടിലേക്ക് നല്ല പ്രഷർ വരുമ്പോഴും ഈ ഇഞ്ചുറി വരാനുള്ള സാധ്യതയുണ്ട്. സാധാരണ നമ്മൾ നടക്കുമ്പോൾ തെന്നിപ്പോകുമ്പോഴൊക്കെ ഈ ലിഗമെന്റിന് വലിച്ചിൽ വരികയും ACL ഇഞ്ചുറി ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ഫുട്ബോൾ കളിക്കുന്ന ആളുകളിൽ കാല് തിരിച്ചിലോട് കൂടിയുള്ള മൂവ്മെന്റ്സുകൾ വരുമ്പോൾ ഒരു ക്ലിക്ക് എന്ന് പറയുന്ന സൗണ്ട് അനുഭവപ്പെടാം. ചില ആളുകൾക്ക് കാല് കൊളത്തി പിടിക്കുന്ന പോലെയും കാലിനൊരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത പോലെയും ഒക്കെ തോന്നാം. അതുപോലെ കാൽമുട്ടിന് ചുറ്റുമുള്ള നീര് വെയിറ്റ് കൊടുക്കുമ്പോൾ പെയിൻ അനുഭവപ്പെടുന്നതും എല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് പെയിന് അല്ലെങ്കിൽ സ്പെല്ലിംഗ് കുറയ്ക്കാനായിട്ട് ഐസ് പാക്ക് വയ്ക്കാം. അതുപോലെ കാലിന് ചുറ്റും കൂടുതൽ നീര് അനുഭവപ്പെടുകയാണെങ്കിൽ നമുക്ക് കാല് പൊക്കി വയ്ക്കുന്നതും നല്ലതായിരിക്കും. ലിഗമെന്റിന്റെ ഇഞ്ചുറി എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് റൂൾ ഔട്ട് ചെയ്യാനാണ് നമ്മൾ MRI സ്കാനിങ് ചെയ്യുന്നത്. ലിഗമെന്റ് ഇഞ്ചുറിക്ക് 3 ഗ്രേഡ്സ് ആണ് ഉള്ളത്: ഗ്രേഡ് 1, 2 ആൻഡ് 3. ഗ്രേഡ് 1 ഇഞ്ചുറി എന്ന് പറയുന്നത് ലിഗമെന്റിന് ചെറിയ ഒരു വലിവ് മാത്രമേ സംഭവിച്ചിട്ടുണ്ടാവുള്ളൂ, കൂടുതൽ പൊട്ടൽ ഒന്നും ഉണ്ടാവില്ല. ഗ്രേഡ് 1 ഇഞ്ചുറിക്ക് നമുക്കൊരു 2-3 വീക്സ് റെസ്റ്റ് മാത്രം മതിയാവും, കൂടുതൽ ട്രീറ്റ്മെൻറ്റ്സിൻ്റെ ആവശ്യമില്ല. ഗ്രേഡ് 2 എന്ന് പറയുമ്പോൾ ലിഗമെന്റിന് ചെറിയൊരു പൊട്ടൽ സംഭവിച്ചിട്ടുണ്ടാവും. ആ ടൈമിൽ നമുക്ക് ജോയിൻറ്റിന് പരമാവധി റെസ്റ്റ് കൊടുക്കുക, അതുപോലെ ഐസ് പാക്കുകൾ വെക്കുക, പിന്നെ ഒരു നല്ലൊരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ വഴി ഫിസിയോ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നതെല്ലാം ഈ ഗ്രേഡ് 2 നമുക്ക് ചെയ്യാം. ഗ്രേഡ് 3 എന്ന് പറയുന്നത് കംപ്ലീറ്റ് ടിയർ ആണ്, അതായത് ലിഗമെന്റ് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിയ ഒരു അവസ്ഥയാണ്. ഇതിൽ നമുക്ക് സർജിക്കൽ കറക്ഷൻ മാത്രമാണ് ഒരു ഓപ്ഷൻ ഉള്ളത്. കാലുകൾ ഇവിടെ ഒരു വെഡ്ജ് ഉപയോഗിച്ച് പൊക്കി വെച്ചിരിക്കുകയാണ്. ഇതിനു പകരം നിങ്ങൾക്ക് പില്ലോ അല്ലെങ്കിൽ ഒരു ബെഡ്ഷീറ്റ് റോൾ ചെയ്ത് ഹീല് കുറച്ച് ഉയർത്തി വെക്കാവുന്നതാണ്. പ്രോൺ ഹാംസ്ട്രിംഗ് കേൾ എക്സസൈസ് കമിഴ്ന്ന് കിടന്ന് ചെയ്യേണ്ട എക്സസൈസ് ആണ് ഇത്. ഇതിൽ ആക്റ്റീവ് കോൺട്രാക്ഷൻ ഓഫ് ഹാംസ്ട്രിങ്സ് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസ് ആണ്. ഈ എക്സസൈസ് ഹാംസ്ട്രിംഗ് സ്ട്രെങ്ത്തിന്റെ പ്രൈമറി സ്റ്റേജിൽ ചെയ്യേണ്ട എക്സസൈസ് ആണ്. ഇതിന്റെ അഡ്വാൻസ് സ്റ്റേജ് ആയിട്ട് 1 kg വെയിറ്റ് കഫ് ആംഗിൾ റീജിയനിൽ ആഡ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഇതൊരു റെസിസ്റ്റന്റ് ട്രെയിനിങ് ആണ്. ഇത് കഴിഞ്ഞ് പതിയെ നിങ്ങൾക്ക് വെയിറ്റ് കൂട്ടിയിട്ടിട്ട് ചെയ്യാവുന്നതാണ്. അസിസ്റ്റീവ് നീ ബെൻഡിങ് ACL ഇഞ്ചുറി കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു നീ ബെൻഡിങ് ടെക്നിക്കാണ്. അൺഅഫക്റ്റഡ് കാലിന്റെ സപ്പോർട്ടോട് കൂടി മാക്സിമം നിങ്ങൾക്ക് എത്ര മടക്കാൻ പറ്റുന്നോ അത്രയും റേഞ്ചിൽ മുട്ട് മടക്കി നിവർത്തുക. സ്റ്റാൻഡിംഗ് ലെഗ് കേൾസ് ഇതും ഹാംസ്ട്രിങ്സിന് വേണ്ടിയുള്ള എക്സസൈസ് ആണ്. വിത്ത് ഓർ വിത്തൗട്ട് സപ്പോർട്ട് സ്ട്രെയിറ്റ് ആയി നിന്നുകൊണ്ട് കാലിന്റെ മുട്ട് പുറകിലോട്ട് മടക്കുക. പെൽവിക് ബ്രിഡ്ജിംഗ് ഹിപ്പ് എക്സ്റ്റൻസസ്, അതായത് ഹാംസ്ട്രിങ്സിനെ ആക്റ്റീവായി കോൺട്രാക്ട് ചെയ്ത് സ്ട്രെങ്ത് ചെയ്ത് എടുക്കാവുന്ന ഒരു എക്സസൈസ് ആണ്. എല്ലാ എക്സസൈസും 15 to 20 കൗണ്ട്സ് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. ഇത് കഴിഞ്ഞ് റിലാക്സ് ചെയ്യുക. ഇനി ഇത് ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടോ വേദനയോ അനുഭവപ്പെടുകയാണെങ്കിൽ ഇതിന്റെ റിപ്പീറ്റേഷൻ കുറയ്ക്കാവുന്നതാണ്.